നമ്മളുടെ ടെക്നിക്കലായിട്ടുള്ള സവിശേഷതകൾ. കുറേ ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലെയർ എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിലൊരു ബേസിക് കാര്യങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാം. വർക്ക് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെന്നാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർ കറക്റ്റ് പറയുന്ന മെത്തേഡുകൾ. ഇപ്പം അതൊരു ഡിഫോൾട്ട് ഇതായതുകൊണ്ട് തന്നെ ആ ബ്രാൻഡിനെ പറയുന്നില്ല എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഹണികോമ്പിൻ്റെ മുകളിൽ നമ്മൾ ലെയർ കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആദ്യം അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിൽ ചെല്ലുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ത് ചെയ്യും, അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു ബ്രാൻഡ് ഒരുപക്ഷെ ആ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം മാത്രം ആയിക്കൊള്ളുന്നില്ല, അത് ഉപയോഗിച്ച മെത്തേഡിൽ വരാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ഒരേ പ്രൊഡക്റ്റ് തന്നെ സിമ്പിൾ കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ചില സ്ഥലത്ത് എന്ത് ചെയ്യാറുണ്ട്, ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ 30-40 രൂപയ്ക്ക് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. കോൺക്രീറ്റ് ശരിക്കും വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അതിനോട് ബോണ്ടാവുക വാട്ടർ ബേസ് ചെയ്ത പ്രോഡക്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഡാം ഷോറിൻ്റെ ഡയറക്ടർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു സാധനം ടെക്നിക്കൽ നോളജ്. അതാണ് എല്ലാവർക്കും വേണ്ടത്. നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. പക്ഷെ എല്ലാവരും പറയാറുണ്ട് ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിക്കരുത് പറയാറുണ്ട്. മനസ്സിലാവത്തില്ല. ഇപ്പോൾ ചില കാര്യം നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ പറഞ്ഞു. പക്ഷേ ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ച കുറച്ച് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളോടൊപ്പം ടെക്നിക്കൽ എക്സ്പെർട്ട് ആണല്ലേ, ടെക്നിക്കലി ചേരുന്നത്. അദ്ദേഹത്തിന്റെ പേര് തന്നെ ആ ടെക്നിക്കലി അവസാനം ഉണ്ടല്ലേ, അലി. ടെക്നിക്കലി അലി സാറാണ് നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ ഉള്ളത്. അലി സാർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത് തന്നെയല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച് വെച്ചതിനകത്ത് ഓൾറെഡി നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിന്റെ ഡീറ്റെയിൽ ഡാം ഷോറിന്റെ കുറച്ച് ചരിത്രങ്ങളാണ് പറഞ്ഞു അവസാനിപ്പിച്ചത്. അവരെ നമുക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നിയിട്ട് തന്നെയാണ്. പക്ഷെ അന്ന് നമുക്കത് വാക്കാന്നാണ് ടെക്നിക്കലി നമുക്കൊരു ടീമിനെ എത്തിച്ചേരാത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ടെക്നിക്കലി സംസാരിക്കും. ടെക്നിക്കലി വേർഡ്സ് ഉപയോഗിക്കാം അവരുടെ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിക്കണ്ട. അപ്പോൾ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈ. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ടു ദ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ ഒരു പ്രോഡക്റ്റ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ബേസിക് നേച്ചറുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഒരു സിംഗിൾ ലെയർ കോട്ടിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡസീവ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ സിമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന ഒരു പാറ്റേണോ, ഇതൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. അതിൽ നിന്ന് നമ്മളുടെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മളുടെ ടെക്നിക്കലായിട്ടുള്ള സവിശേഷതകൾ. കുറേ ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലെയർ എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിലൊരു ബേസിക് കാര്യങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാം. അതായത് നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് ഒരുപക്ഷെ പറഞ്ഞു കാണും, അതായത് നമ്മുടെ സർവീസ്, അതായത് ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഡാം ഷുവർ എന്നുള്ളത് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നിലവിലുള്ള വാട്ടർ പ്രൂഫിങ് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ബാരിയർ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം, അങ്ങനത്തെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. നിങ്ങൾ ടെക്നിക്കലി സംസാരിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഇതിൽ ചില ടെക്നിക്കൽ, നമ്മൾ ടെക്നിക്കൽ ആണല്ലോ സംസാരിക്കും, ചില വേർഡ്സ് ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അതിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കോട്ടിങ്ങുകളുണ്ട്. ഇപ്പോൾ SBR ലാറ്റക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോണ്ടിങ് അഡസീവ് ആണ്. അത് വെച്ചിട്ട് അല്ല, സിമെന്റിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പിലാണ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളിലും ഡാം ഷോറിന്റെ കയ്യിലും അതേ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻസ് ആണ്, നമുക്ക് ഏറ്റവും മിനിമം ലെവലിലേക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതിലേറെ ബെനിഫിറ്റ് ആണ് ഈ ഒരു സംഗതി ചെയ്യുന്നത്. അങ്ങനെ പറയാം, ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെടുക്കാം. പക്ഷേ ഇത് വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളതിന് അപ്പോൾ ഇന്റർനാഷണലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അതിന് വളരെ സ്പെക്കായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ASTM പോലത്തെ സ്റ്റാൻഡേർഡിൽ ഇന്ന ഏരിയയിൽ ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, ഇന്ന പ്രോഡക്റ്റുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ള വളരെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പലപ്പോഴും അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ആയി വരുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു കേസ്. അപ്പോൾ നമുക്ക് ഈ 7 ലെയർ സിസ്റ്റം എന്നുള്ളതാണ് ഡാം ഷുവർ ഏറ്റവും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം. മാക്സിമം 7 ലെയറോ മാക്സിമം എന്നുള്ള ഡിപ്പെൻസ് ആണ്. അത് ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകേണ്ട കേസുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഈ ലെയർ കോട്ടിങ്ങിൽ തന്നെ നമുക്ക് കോമ്പിനേഷൻസ് കൊടുക്കേണ്ടി വരും. മറ്റേ PU ഇഞ്ചക്ഷൻ പോലത്തെ മെത്തേഡുകൾ. ഇപ്പോൾ നമുക്കറിയാം, ഒരു ടാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ആദ്യം നമ്മൾ സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ ആണ് ചെയ്യാം. ഏത് കേസുകളാണെന്നുണ്ടെങ്കിൽ ഡാം ഷുവറിലേക്ക് ഒരു എൻക്വയറി വരുമ്പോൾ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഓപ്പറേഷൻ മെത്തേഡുകൾ ഉണ്ടല്ലോ, അതിലൂടെ മാത്രം കയറി പോയിട്ടാണ് നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻസ്പെക്ഷൻ, നമ്മളൊരു എഞ്ചിനീയർ വിടും, സൈറ്റിൽ ഒരു ഇൻസ്പെക്ഷൻ നടക്കും. എന്നിട്ട് അതിൻ്റെ റൂട്ട് കോസ് അനലൈസ് ചെയ്യും.
എന്താണ് റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വരുന്നു, എവിടെ നിന്നാണ് വരുന്നത്, ഈ രണ്ട് കാരണങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ ആ കാരണം എവിടെയാണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെയാണ് ചികിത്സ കൊടുക്കുക. അതല്ലാതെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സ്ഥലത്താവില്ല ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റ് വരിക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചറിന് ഒരു സ്ട്രെങ്ത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഹണി കോമ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഹണി കോമ്പിൻ്റെ മുകളിൽ നമ്മൾ ലെയർ കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആദ്യം അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിൽ ചെല്ലുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ത് ചെയ്യും അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഉള്ളത് പുതിയ ബിൽഡിങ്ങിലാണോ അതോ നേരത്തെ ഉള്ള ഒരു സ്ട്രക്ചറിൽ ഒരു ഇഷ്യൂ വന്നിട്ട് ചെയ്യുമ്പോഴാണോ? നല്ലൊരു ചോദ്യമാണത്. ശരിക്കും പുതിയ ബിൽഡിങ്ങിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു കേസിൽ ഒരുപാട് ലെയർ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെല്ലുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ കാണുന്നത് ഏറ്റവും ഔട്ടർ സർഫസ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോസസ്സുകൾ കയറി പോയിട്ടുണ്ട്. ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ഫെയിലിയർ വരുമ്പോഴും അവർ അതിൻ്റെ മുകളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോകുന്ന സിറ്റുവേഷനാണ് പലപ്പോഴും ഉണ്ടാവുക. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. പക്ഷേ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു റിപ്പയർ വർക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മൾട്ടിപ്പിൾ ആളുകൾ വന്ന് അവരെ ട്രയലൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും നമ്മൾക്ക് എൻട്രി വരിക. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ കൊടുത്ത കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലെയറുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലാണ് അറിയാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പുതിയ സ്ട്രക്ചർ ചെയ്യുന്നതിലേറെ നമുക്ക് റൂട്ട് കോസ് ഐഡൻറ്റിഫിക്കേഷൻ പലപ്പോഴും കോംപ്ലിക്കേഷൻ വരുന്നത് റിപ്പയർ ജോബുകളിൽ തന്നെയാണ്. നമുക്കേ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 30-40 വർഷമൊക്കെയാണ് അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് പല ആളുകളും മുമ്പ് നേരത്തെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇതിപ്പം നിങ്ങൾ തന്നെ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 20 years അല്ലേ, ഒരു 23 years ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു 2019 മുതലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്ര വീഡിയോസ് ധാരാളമായിട്ട് വരുന്നതും പല ആളുകളും ഇത് ചെയ്യുന്നതും. ഇതിനു മുന്നേ ഉള്ള വീടുകളിലൊന്നും ഇത് ചെയ്തിട്ടില്ല. അപ്പം നിലവിൽ പല ആളുകളുടെയും മൈൻഡിൽ ഇപ്പം എൻ്റെ വീട്ടിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല, ഞാനത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതിന് ശേഷം ഇത് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഷീറ്റ് അടിച്ചാൽ പോരെ എന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്തകളുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 28 ദിവസത്തെ പൂർണ്ണമായി ക്യൂറിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത് ഉള്ള ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അതാണ് ശരിക്കും. ഇതിനെ പ്രിസർവ് ചെയ്യേണ്ടതിലേക്കായിട്ടുള്ള പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ശരിക്കും നമുക്കിപ്പോൾ പെയിൻറ്റിങ് പലപ്പോഴും നമ്മൾ ബ്യൂട്ടിയാണ് അതിൻ്റെ പാട്ട് കാണുന്നത്. പക്ഷെ അത് മാത്രമല്ല, കാരണം അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇതെല്ലാം ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നതിനനുസരിച്ചാണ് അതിന് അതിൻ്റെ എന്താ പറയുക നമ്മൾ സാധാരണ നശിച്ചു പോകുന്നതിൻ്റെ ഒരു തുടക്കം വരിക, ഡിറ്റീരിയേഷൻ എന്ന് പറയും. അതായത് ഒരു വളരെ സിമ്പിളാക്കിയിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കമ്പി നമ്മൾ കുറേ കാലം കോട്ടിംഗ് ഒന്നും ചെയ്യാണ്ട് നമ്മളൊരു സർഫസിൽ വെക്കുന്നു. കുറച്ച് കാലം കഴിഞ്ഞാലോ അതിനെന്ത് ചെയ്യും, ഓക്സിഡേഷൻ സംഭവിച്ച് അത് ദ്രവിക്കാൻ തുടങ്ങും. ഇതേപോലെ നിങ്ങൾ ഏത് ഒബ്ജക്റ്റ് ഒരു മരത്തിൻ്റെ തടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു കാലക്രമേണ അതിനെന്ത് ചെയ്യും, ഒരു നാശം സംഭവിക്കും. കോൺക്രീറ്റിന് മാത്രം ഇത് ഉണ്ടാവില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മെറ്റീരിയലിനും ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ സാധാരണ എന്താണോ നമ്മളിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് നമ്മൾ ഏതെങ്കിലും സ്ട്രക്ചറിൽ കൊണ്ടുപോയി വെക്കണം, നമ്മൾ അതിന് കൃത്യമായിട്ട് പ്രൈമർ കൊടുത്ത് അതിന് മുകളിൽ പെയിൻറ്റ് കൊടുത്തിട്ട് എയർ അല്ലെങ്കിൽ മോയ്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് അതിമക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതിനെ തടഞ്ഞുകൊണ്ടാണ് ഓക്സിഡേഷൻ തടയുന്നത്. അതേ രീതി തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രിഫർ ചെയ്യേണ്ടത്. ഇതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാപിലറി റൈസിങ്ങിന് ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ. തീർച്ചയായിട്ടും തോന്നുന്നു റബിൾ ഉപയോഗിക്കാതെ കെട്ടുന്നിടത്തെല്ലാം നമുക്കത് പ്രതീക്ഷിക്കാം. റബിളിൽ മാത്രമല്ല ചെറിയൊരു ചേഞ്ചസ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക്. അപ്പോൾ ക്യാപിലറി റൈസിങ്ങിന് നമ്മൾ ഈ വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം, ഇതും ഞാൻ പറഞ്ഞു ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് നമ്മൾ എക്സ്കവേഷൻ കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് അവിടെ എന്താണ്, ബിറ്റൂമിൻ്റെ ഷീറ്റ് പോലത്തെ എന്തെങ്കിലും ഒരു സംതിങ് മെംബ്രെയിൻ അവിടെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിസ്കണക്ട് ചെയ്യും. അവർ ഏറ്റവും താഴേന്ന് തന്നെ തുടങ്ങുന്നു. നമ്മളുടെയും അതായത് ഡാം ഷുവറും മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയോട് പറയുന്നതാണ്, നിങ്ങൾ ഡേ 1 അതായത് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എന്തുണ്ട്, വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള പ്രോസസ്സ് അവിടെ തുടങ്ങുന്നുണ്ട് ആ സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇനി അറ്റ്ലീസ്റ്റ് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഒരു പ്ലിന്ത് ബീം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100% അതിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ ക്യാപ്പിലറി ഡിസ്കണക്ഷനാണ് ആ പ്രോസസ്സ്. അതായത് താഴേന്ന്
വരുന്നത് നമ്മൾ കാപ്പിലറി നമുക്കറിയാലോ, അത് അതിൻ്റെ കൊഹസീവ് ഫോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും സാധാരണ വളരെ സിമ്പിളായി പറയണമെന്നുണ്ടെങ്കിൽ, അതൊക്കെ സാധാരണക്കാരൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാകാൻ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടേബിളിൻ്റെ പുറത്ത് അല്പം വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്പോഞ്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പോഞ്ച് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ അതുപോലത്തെ പോറുകൾ എവിടെ ഉണ്ട്, നമ്മുടെ കല്ലുകളിലുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ആ ഒരു സെക്ഷൻ അതിനെടുക്കുകയും കാലക്രമേണ അതിങ്ങനെ കയറി വന്നിട്ട് ചിലരുടെ വാട്ടർ ബെഡിനനുസരിച്ച് എത്രയാണോ അവിടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് സോയിലുള്ളത് അതനുസരിച്ച് 2 അടിയോ 3 അടിയോ 4 അടിയോ, ഞങ്ങളൊക്കെ കേസിൽ പറയാൻ ഞങ്ങൾ ഒരുപാട് കേസുകൾ ഡീൽ ചെയ്തുകൊണ്ട് അതായത് ഒരു ഫുൾ ഫ്ലോർ തന്നെ കാപ്പിലറി ആക്ഷൻ വന്ന കേസുകൾ വരെ നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഇനീഷ്യലി നമ്മൾ ആ ഒരു ബെൽറ്റിൻ്റെ മുകളിൽ കൊടുക്കേണ്ട കോട്ട് അത് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നേരെ മറിച്ച് ഇനി നമ്മൾ അങ്ങനെ വന്നു എന്ന് വിചാരിക്കാം, ആ സമയത്ത് നമുക്കുള്ള വളരെ ചെറുതായിട്ട് നമുക്ക് തീർക്കാവുന്ന ഒരു പ്രശ്നം പിന്നീട് നമുക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിനെ ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ ഉണ്ട്, പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഡാം ഷുവർ അല്ലാതെ ഉള്ള ചില ഈ ബിറ്റിഫിക്സ് പോലുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടും ഇത്തരത്തിൽ കാപ്പിലറി ആക്ഷൻസ് സംഭവിച്ച സൈറ്റുകളുണ്ട്, എൻ്റെ ഉൾപ്പെടെ. അപ്പം ക്ലയൻറ്റ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെന്നാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർ കറക്റ്റ് പറയുന്ന മെത്തേഡുകൾ ഇപ്പോൾ അതൊരു ഡിഫോൾട്ട് ഇതായതുകൊണ്ട് തന്നെ ആ ബ്രാൻഡിനെ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചെയ്യുന്നതിന് ശേഷം അപ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമ്മുടെ വോളുകളിലേക്ക് നമ്മൾ പുട്ടി ഇടാറില്ലായിരുന്നു. ഈ പുട്ടിയിലാണ് ഏറ്റവും കൂടുതൽ കാപ്പിലറി ആക്ഷൻ സംഭവിക്കുന്നത്. ആ ഒരു പാട പോലെ ഇത് ലെയറായിട്ട് ഇളകി വരുന്നത്. നോർമലി അല്ലാതെ ചെയ്യുന്ന പെയിന്റ് ചെയ്ത ആ പോർഷനിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു ബ്രാൻഡ് ഒരുപക്ഷെ ആ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം മാത്രം ആയിക്കൊള്ളുന്നില്ല, അത് ഉപയോഗിച്ച മെത്തേഡിൽ വരാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് ഒരേ പ്രൊഡക്റ്റിൽ തന്നെ സിമ്പിൾ കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ചില സ്ഥലത്ത് എന്ത് ചെയ്യാറുണ്ട്, ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ 30-40 രൂപക്ക് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതേ മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ മെത്തേഡ് ഒന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ ജിയോ ടെക്സ്റ്റൈൽ മെമ്പറയിൽ തിക്നെസ് കുറച്ചും കൂടി കൂട്ടി കൊടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതെന്തിനാണ് അങ്ങനെ വെക്കുന്നത് വെച്ചാൽ, അപ്പോൾ നമുക്കറിയാം ഒരു പാടം ഏരിയകളൊക്കെ ഉണ്ടല്ലോ, ഇത്ര ഏരിയ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ഈ ആലപ്പുഴ ഏരിയയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് താന്ന പ്രദേശങ്ങളുണ്ട്. അത്തരം ഏരിയയിലൊക്കെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ചില കെമിക്കലുകൾക്കൊക്കെ നമ്മൾ 5 ബാർ പ്രഷറിൻ്റെ അപ്പുറത്തേക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയലിൻ്റെ റേഞ്ച് വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ മെത്തേഡിൻ്റെ വ്യത്യാസങ്ങൾ ഇതും വന്നേക്കാം. കേവല കോട്ടിങ് കൊണ്ട് നിൽക്കാത്ത സ്ഥലത്ത് നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കേണ്ടി വരും. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടെ എന്തൊരു ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കാനുള്ളൊരു കാരണം, ഇപ്പം നമുക്ക് നോർമലി പറ്റുന്നൊരു മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, അങ്ങനെ സംഭവിക്കാറുണ്ട്. ഡാം ഷുവറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ഒരു വാട്ടർ പ്രൂഫിങ്ങിനകത്ത് നിങ്ങൾ 100% അതിനകത്ത് ഗ്യാരണ്ടിയാണ്? യെസ്, ഓഫ് കോഴ്സ്. അതാണ് അറിയാനുള്ളത്. ഇതിൽ എടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഇതിൽ പ്ലിന്ത് വീവിൽ അടിക്കുന്നത് വാർക്കുമ്പോഴത്തേക്കുള്ള ഇതുപോലെ പ്രധാനപ്പെട്ടാണ് ബാത്റൂം വാട്ടർ. അത് എവിടൊക്കെ ചെയ്യണം അല്ലേ? അതിനെക്കാട്ടി ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ ഏതൊക്കെ ഏരിയയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യണം? അപ്പോൾ നമ്മൾ പ്ലിന്ത് പറഞ്ഞു, അതല്ലാതെ വേറെ എവിടൊക്കെ ശ്രദ്ധിക്കണം? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ വെള്ളം എവിടൊക്കെ തട്ടാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ. ഓക്കെ, ഇപ്പോൾ ഇതിൽ ബാത്റൂമിൻ്റെ കേസ് പറഞ്ഞു. ഞാൻ പലപ്പോഴും ഏറ്റവും സീരിയസ് ആയിട്ട് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം ഷുവർ എപ്പോഴും സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് ബാത്റൂം എന്നുള്ളത്. ബാത്റൂം പലരും ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടും ഞങ്ങൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യുന്നൊരു ഏരിയ കൂടിയാണ് ബാത്റൂം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാത്റൂമിൽ നമ്മൾ നിരന്തരം, അതായത് സാധാരണ മഴയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തെ ഹെക്റ്റിക് മഴ കൊള്ളുന്ന റൂഫ് ടോപ്പ്, ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് 365 ദിവസവും കൃത്യമായിട്ട് വെള്ളം നിൽക്കുന്ന, അതായത് നമുക്കറിയാം പി ട്രാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൊക്കെ ഇത് അറിയുന്നവരാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ത് ബാത്റൂം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളവിടെ ചെയ്യുമ്പോൾ 4 അടി വരെ 99% ലീക്കേജുകളും 1 അടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരാറ്. പക്ഷേ നമ്മൾ വാറണ്ടീഡ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്ന സമയത്ത് 4 അടി മിനിമം ചെയ്യണമെന്ന് പറയും. കാരണം എന്തെങ്കിലും കാരണവശാൽ എപ്പോക്സി ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല ഇത് ചുമരിൽ നിന്നാണോ ഫ്ലോറിൽ നിന്നാണോ എന്ന്. കാരണം വെള്ളം എപ്പോഴും സെറ്റിൽ ചെയ്യുന്നതും അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിയിൽ കാണിക്കുന്നതും അത് ആ സ്കേർട്ടിങ്ങിൻ്റെ മുകളിലേക്കായിരിക്കും കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ എപ്പോക്സി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ചുമരിലൂടെ ഇറങ്ങി വരാനുള്ള സാധ്യതയെ അടക്കം കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാറ്. മാത്രമല്ല, ഇപ്പോൾ സാധാരണ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ സാധാരണ ഒരു കോട്ടിങ് നമ്മളവിടെ കൊടുക്കാറില്ല. കെമിക്കൽ സോക്കഡ് മെംബ്രെയിൻ സിസ്റ്റം കൊടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ
എന്ത് ചെയ്യും, അക്രിലിക് കോട്ടിങ് ഫൈനലായിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഇതിൽ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം, ഇത് ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളത്. അതെ, അതല്ല ബാത്റൂം അതിനകത്ത് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കോർ ചെയ്ത ഏരിയകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷേ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ശേഷം കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈലിടുന്നതിൻ്റെ തൊട്ട് മുന്നേ പ്ലംബിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും കഴിഞ്ഞു, ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞു, ഇനി ആകെ അവിടെ ഫിറ്റിങ്സുകളും ടൈലിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൽ കോറിങ്ങോ കാര്യങ്ങളോ വരാതിരിക്കാൻ നോക്കുക. ഇനി ഇൻ കേസ് വന്നാൽ ഒരു സർവീസ് കൊടുത്താൽ അത് ഏത് ടീം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് അവരെ ഇൻഫോം ചെയ്യണം. അതല്ലെങ്കിൽ ടോട്ടലി എന്ത് ചെയ്യും, കാരണം നമ്മൾ ചെയ്ത ആ ലെയറിനെ വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് പോയിട്ടുള്ളത്. പിന്നീട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമായിരിക്കും. മാത്രമല്ല നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഒക്കെ കേസുകളിൽ ഒരു പക്ഷേ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സങ്കൻ സ്ലാബായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അത് സെറ്റിൽ ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, വെള്ളത്തിൻ്റെ നല്ലൊരു പൂളായതിനു ശേഷമാണ് പലപ്പോഴും നമ്മൾ അത് അറിയാൻ തുടങ്ങുക. ഇത് വെള്ളം കെട്ടി നിർത്തിയിട്ട് ഒരു ടെസ്റ്റ് അങ്ങനെ എന്തോ ഒരു സംവിധാനോടെ നമ്മൾ ചെയ്യുന്നില്ല, ഇത് അറിയാനായിട്ട്, അതിൻ്റെ ഒരു ഡെൻസിറ്റി അറിയാനായിട്ട്. അതായത് അതായത് വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന സംഗതിയാണ്. നമ്മളൊരു 48 മണിക്കൂർ, നോർമലി എല്ലാവരും അങ്ങനെ അതാ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ അങ്ങനെയാണ്. നമ്മൾ 48 മണിക്കൂർ കെട്ടി നിർത്തിയിട്ട് അവിടെ ലീക്കേജ് ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ കുറേ നേരം കൊണ്ട് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നുണ്ട്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അഫോർഡബിൾ ആണോ? അതിൽ അഫോർഡബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് SBRൻ്റെ സിമ്പിളായിട്ടുള്ള കോട്ടിങ് മുതൽ നമ്മളുടെ അടുത്ത് തന്നെ ഇപ്പോൾ 1K സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഏറ്റവും ഒരു സാധാരണക്കാരന് വരെ ഇത് നമുക്കറിയാലോ, ഇത് വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പാട്ട് തന്നെയാണ്. കാരണം മസ്റ്റ് ഡു ആണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന് ഒരാൾ വീട് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അയാളെ സംബന്ധിച്ച് ആ 10 ലക്ഷത്തിൻ്റെ ഒരു സ്വപ്നം അയാൾക്ക് അത്രേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണത് വരിക. തീർച്ചയായിട്ടും അതും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലായിക്കൊണ്ട് ചില പ്രോഡക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 30, 35, 40 ആ രീതിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. എല്ലാ തരത്തിലുള്ള റേഞ്ചിലുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനം പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഡിപ്പെൻസ് ആണ് നമ്മളതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രൊഡക്റ്റിനെയും അതേപോലെ തന്നെ അതിൻ്റെ മെത്തഡോളജിയും ഡിപ്പെൻഡ് ചെയ്ത് കണ്ടാണ് കൊടുക്കുക. പക്ഷേ നമുക്ക് ഏറ്റവും സിമ്പിളാക്കിക്കൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന പ്രൊഡക്റ്റുകളും ഉണ്ട്. ഇത് റൂഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ഇത് എപ്പോഴാണ് ഇപ്പോൾ ഓൾറെഡി പ്ലിന്ത്, ടോയ്ലറ്റ്, വാട്ടർ പ്രൂഫിംഗ് ഒക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അത് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നതല്ല. റൂഫിൽ അത് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചോർച്ച വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊരു മണ്ടത്തരമാണ്, ഞാൻ പറഞ്ഞതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത് ഏത് സ്റ്റേജിലാണ് നമുക്ക് റൂഫിലേക്ക് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത്? റൂഫ് ആഡ് ചെയ്യുക കൂടത്തിൽ എവിടെയൊക്കെ ചെയ്യണം. അതായത് ഡാംനെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനിടയ്ക്ക് നമ്മൾ പറയാതെ നിർത്തിയിട്ടുണ്ട്, അതോടെ ചേർത്ത് പറഞ്ഞാൽ. അതായത് ഡാംനെസ് വരാനുള്ള ഒരു റീസണ് ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ 2 കാരണം കൊണ്ടാണ്. ഒന്ന് കാപ്പിലറി ആക്ഷൻ മൂലമാണ്. അത് നമ്മൾ വാളിലേക്ക് എത്തുന്നത് കാപ്പിലറി ഡിസ്കണക്ഷൻ മൂലമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തടയേണ്ടത്. അതിന് ബിറ്റുമിൻ ബേസ് ചെയ്ത പ്രോഡക്റ്റുകളുണ്ട്, അക്രിലിക് ബേസ് ചെയ്ത പ്രോഡക്റ്റുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റ് മാത്രമല്ല അതിൻ്റെ മെത്തഡോളജി കൂടി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ആ ലൊക്കേഷൻ അടക്കം, ആ സോയിലിൻ്റെ പ്രോപ്പർട്ടി അടക്കം അതിനെ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങി. പിന്നെ ഡാംനെസ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർ ഹെഡ് ടാങ്കുകൾ ഉണ്ടായിരിക്കും. അത് ഡയറക്റ്റ്ലി നമ്മളുടെ സീലിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നിൽക്കുമ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിലാണ് അവിടെ കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ സീലിംഗിൽ കൊടുത്തത് കൊണ്ട് അതിന് സൊല്യൂഷൻ ആവില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്താണ് റൂട്ട് കോസ് എന്നുള്ളത് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിൽ വരാം. പിന്നെ മറ്റൊരു കേസ് വരുന്നത് പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലാഡിങ് സ്റ്റോണുകളുണ്ടല്ലോ, അതായത് നമ്മളെ ഷോ വാളുകളൊക്കെ സ്റ്റോൺ വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ സ്റ്റോണൊക്കെ പലതും വളരെ പോറസ് ആയിരിക്കും. അത് നന്നായിട്ട് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഇത് ഏറ്റവും രസകരമായ സംഗതി ഷോ വാളാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ നേരെ ബാക്ക് സൈഡിലായിരിക്കും ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയില്ല, എല്ലാവരും വന്ന് ഇരിക്കുന്ന ആ ഒരു ലിവിങ് സ്പേസിലേക്കായിരിക്കും നേരെ ഇതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് ഉണ്ടാവുക. അവിടെയും നന്നായിട്ട് ഡാംനെസ് വരുന്ന കേസുകൾ വരാറുണ്ട്. കാരണം ഇത് അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ ആ നനവ് അങ്ങനെ നിലനിൽക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകളാണ് വരിക. നമുക്കറിയാലോ ഡാംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് വെള്ളം വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ തൊട്ടാലിങ്ങനെ എന്തുണ്ടാവും, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നീട് അങ്ങനെ പൂപ്പിൽ വന്ന് അങ്ങനെ കളർ ഫെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് വരുന്നൊരു രീതിയാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ ക്ലാഡിങ് സ്റ്റോണോ അല്ലെങ്കിൽ എന്താണോ അവിടെ ടൈലോ എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ മുന്നേ ആണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഷോ വാളിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ റൂഫിലേക്ക് പോകുന്ന സമയത്ത് സാർ ചോദിച്ച പോലെ നമുക്ക്
റൂഫിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം ശരിക്കും. ഇപ്പോൾ നമുക്കൊരു അക്രിലിക് കോട്ടിങ് നമുക്ക് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മദർ സ്ലാബിൽ കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കൂടി മുന്നേ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്തിരുന്ന ഈ ഒരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു, കാരണം ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടർ ആകുമ്പോൾ അതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വളരെ ഹെക്റ്റിക് ആയിരിക്കും, കാരണം ഈ പ്ലാസ്റ്ററിങ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് അതിലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. മാത്രമല്ല ഇത് എവിടെ നിന്നാണ് എന്നുള്ള ഐഡൻറ്റിഫിക്കേഷനും ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന് കാണുന്ന ഒരു സൊല്യൂഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റിൻ്റെ വേരിയേഷൻ വന്നു. PU മോഡിഫൈഡ് അക്രിലിക്കിലേക്ക് പോകണം. ഓക്കെ, നമ്മൾ PU കെമിക്കൽസ് ഉണ്ട്, അക്രിലിക് കെമിക്കൽ ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആയിക്കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് എന്നുള്ളത് PU മോഡിഫൈഡ് അക്രിലിക്കാണ്. നമുക്ക് പറയാൻ പറ്റും, കാരണം നമ്മുടെ ജർമ്മൻ എക്സ്ട്രാ ഷീൽഡ് HD എന്നൊക്കെ പറയുന്ന ആ പ്രോഡക്റ്റുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ ഒരു PU മോഡിഫൈഡ് അക്രിലിക്കിനെ ശരിക്കും ജനകീയവൽക്കരിച്ച് ശരിക്കും ഡാം ഷുവർ ആണ്. മാത്രമല്ല നമ്മളുടെ ഏറ്റവും കോൺഫിഡൻസോട് കൂടി ആളുകൾ ഏറ്റെടുത്ത പ്രൊഡക്റ്റ് കൂടിയാണ്. നമുക്ക് ഇതിൻ്റെ വാറണ്ടി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാറണ്ടി നമ്മൾ കമ്പനിയുടെ റിട്ടേൺ വാറണ്ടിയാണ്. കമ്പനി ഓതറൈസ്ഡ് ആയിട്ടുള്ള ചാനലുകളിലൂടെയാണ് നമ്മുടെ സർവീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വാറണ്ടി ആയിരിക്കും കിട്ടുക. അത് പറയുമ്പോൾ ആ ചാനൽ എന്താ എന്നുള്ളതും കൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു സൊല്യൂഷൻ പ്രൊവൈഡിങ് കമ്പനി എന്നുള്ളത് നേരത്തെ നമ്മളുടെ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ പ്രൊവൈഡിങ് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അവിടെ നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഓൺ ടീം ഉണ്ടായിരിക്കും, നമ്മളുടെ അതേപോലെ തന്നെ ഔട്ട്ലെറ്റുകളുണ്ട്. ഒരു 10-20 മുകളിൽ ഔട്ട്ലെറ്റുകൾ ടോട്ടലി നമുക്ക് ഓൾ കേരള ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മളെല്ലാ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒക്കെ കിട്ടിയ ആളുകളുണ്ട്. നമ്മളുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന വലിയൊരു ടീം കേരളത്തിൽ നമുക്കുന്നുണ്ട്. കേരളത്തിലുമുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ളൊരു പ്രൊഡക്റ്റ് ബിൽഡിംഗ് കെമിക്കലാണ്. അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു സുസ്ഥിര ഭവനം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രോഡക്റ്റ് ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റാണ്. അല്ലെ, ഒരു കസ്റ്റമർക്ക് നമ്മൾ എത്രത്തോളം റീച്ചബിൾ ആണ്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെ സർവീസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഓൾ കേരള നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടീമുണ്ട്. നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി റൂട്ട് കോസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ടീമുണ്ട്. നമ്മൾ പിന്നെ നമുക്കൊരു കസ്റ്റമർ ഡയറക്റ്റ് കോൺടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ഷെഡ്യൂളിലേക്ക് പോയി അത് കൃത്യമായൊരു സമയത്തിൻ്റെ ഇടയിൽ നമുക്കത് നേരെ കൊട്ടേഷൻ ആക്കി കൊടുക്കും. അവിടത്തേക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് നമ്മുടെ ഒരു അസസ്മെൻറ്റ് റിപ്പോർട്ട് നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്കത് വരും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് അവിടത്തേക്കുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൊടുക്കും. പിന്നെ കസ്റ്റമർക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞ പോലെ വാറണ്ടിയുടെ എത്ര വർഷത്തെ വാറണ്ടി എന്നുള്ളത് ഈ പ്രൊഡക്റ്റും അതിൻ്റെ കോമ്പിനേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു 2-3 ഓപ്ഷൻസുകൾ ഉണ്ടാവും. ചില കേസുകളിൽ ഒറ്റ ട്രീറ്റ്മെൻറ്റ് മാത്രം പറ്റുന്ന കേസുകൾ ഉണ്ടായേക്കാം. അവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നമ്മളുടെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് വളരെ റിട്ടേൺ ആയിട്ട് അവർക്ക് കൊടുക്കും. അതിന് എഗെയിൻസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾക്ക് പിന്നെ അവർ കൺഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്കും നമുക്ക് ചെന്നിട്ട് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. അജയ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കേരള മാർക്കറ്റിൽ നിലവിൽ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു 2000 മുതൽ 2500 വരെയൊക്കെയാണ് സാധാരണക്കാരുടെ വർക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരു 50 രൂപയൊക്കെ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിന് ഒരു ഏകദേശം ഒരു 15 വർഷം കൂടെ ഒരു എക്സ്ട്രാ ലൈഫ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല നമ്മൾ ഒരു നിങ്ങൾ ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ തൊട്ട് 80 ലക്ഷം രൂപ വരെ നമ്മളതിന് ചെലവാകും. അതിന്റെ 1% ഉണ്ടോ എന്നുള്ളത് നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. അത്രേ ഉള്ളൂ. 1% ഉണ്ടോ എന്നുള്ള ആലോചിച്ചാൽ മതി. ഒരു കാര്യമായിട്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചോദിക്കാതെയും പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെയുള്ള കൊട്ടേഷനുകളിൽ സുനീറിന് വ്യക്തമായിട്ട് അറിയുന്നതാണ്. സുനീർ ചെയ്യുന്നതായതുകൊണ്ട് സുനീറിനെ മാറ്റി നിർത്തി ഞാൻ ബാക്കിയുള്ളവരെ ചേർത്ത് പറയാം. അതായത് നമ്മളിവിടെ വരുന്ന ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കൊട്ടേഷനുകളിൽ 90% കൊട്ടേഷനിലും വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാം അതൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന വാട്ടർ പ്രൂഫിംഗ് അല്ല. ആ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റിന്റെ ടൈമിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി, പക്ഷെ അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം നമുക്ക് അതിന്റെ പോറസ് ആയിട്ടുള്ള പിന്നെ ഏരിയ കുറക്കാം. അതിലൂടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പെനിട്രേഷൻ കുറയുക എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, സ്ട്രെങ്ത്തും കൂടി കൂട്ടാൻ പറ്റിയ അഡ്മിക്സ്ചറുകളാണ് ശരിക്കും ആ ഒരു നിലയ്ക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട്
നന്നായിട്ട് നമുക്കൊരു നമ്മൾ പറയില്ല ഈ ഒരു വാറണ്ടീഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു അഷ്വേർഡ് ആക്കിയിട്ട് ഇതിനെ വാട്ടർ പ്രൂഫ് ചെയ്തു എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാരിയർ കോട്ടിംഗ് സിസ്റ്റം തന്നെ വരേണ്ടതുണ്ട്. ഉറപ്പായും. അല്ല, അതിനോട് ചേർത്ത് പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത്. അതെ. അതുപോലെ ഈ ഞാൻ വെച്ചില്ല ഇപ്പോൾ ഈ 7 ലെയർ 6 ലെയർ അങ്ങനെ പല ലെയർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരന് ഈ ലെയർ എന്തൊക്കെയാണ് എന്നറിയാൻ ഒരു ആഗ്രഹം കാണും. തീർച്ചയായിട്ടും. അതിൽ ആദ്യത്തെ ഒരു കൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺക്രീറ്റിൽ പലപ്പോഴും നമുക്കിപ്പോൾ പല മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കാം. പല മെത്തേഡിൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ചില ഷീറ്റുകളൊക്കെ നമുക്ക് അറിയാം, ബിറ്റുമിൻ ഷീറ്റ് ആവാം, അല്ല HDP ഷീറ്റ്, ഇതൊക്കെ നമുക്ക് സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ അതിൽ പിടിപ്പിക്കുക. സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് അപ്പോൾ അതിൻ്റെ ആ ഒരു മെത്തേഡ് തന്നെ ഭയങ്കര ഒരു പ്രോസസ്സ് തന്നെയാണ്. ശരിക്കും നമുക്ക് ഇപ്പോൾ റിട്ടൈനിങ് വാൾ പോലെ അല്ലെങ്കിൽ ബാക്ക് ഫില്ല് ചെയ്യുന്ന ഏരിയകളിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്ന സക്സസ്ഫുൾ ടെക്നോളജി തന്നെയാണ്. പക്ഷേ അത് ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഒരു 350 രൂപ സ്ക്വയർ ഫീറ്റിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ 150 രൂപ ആ രീതി, അതായത് ഷീറ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുള്ളായിട്ട് അതിൻ്റെ ആ പ്രൊസീജിയർ വൈസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 350 രൂപ വരെ വരും. അത്ര ഒരു അഫോർഡബിൾ ആയിരിക്കില്ല നമ്മുടെ മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും മിനിമം ലെവലിലേക്ക് പോകുന്ന സമയത്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ പോകേണ്ടി വരും. അതായത് നമുക്ക് അവിടുത്തെ നല്ല ഒരു റിസൾട്ട് കിട്ടുകയും വേണം, ഈ ഡ്യൂറബിലിറ്റി കിട്ടുകയും വേണം, എന്നാൽ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ പോകൽ അനിവാര്യമായി മാറും. അവിടെ ആ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിച്ച പോലെ ഈ കോൺക്രീറ്റിൻ്റെ മുകളിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വരണം. കാരണം കോൺക്രീറ്റിൻ്റെ മുകളിലേക്ക്, കോൺക്രീറ്റ് ശരിക്കും വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അതിനോട് ബോണ്ടാവുക വാട്ടർ ബേസ് ചെയ്ത പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ആദ്യത്തെ ലെയർ എപ്പോഴും കൊടുക്കുക ഈ കോൺക്രീറ്റിനോട് നന്നായി ബോണ്ടാകുന്ന, അതേസമയം ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫൈനൽ പ്രോഡക്റ്റിനെ നന്നായിട്ട് ബൈൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രോപ്പർട്ടിയുള്ള ഒരു കെമിക്കലിന് ആദ്യം കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പിന്നെ ഡാംഷറിൻ്റെ മുന്നേയും ചെയ്യുന്നുണ്ട് വേറെ ചില കമ്പനികൾ ടെക്നിക്കൽ റബ്ബർ മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ടാങ്ക് നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസിലേക്കൊക്കെ പോകുന്ന ടാങ്കുകളുണ്ടല്ലോ, അതേപോലെ പൈപ്പുകൾ, ഇതെല്ലാം കോട്ട് ചെയ്തിട്ടാണ് പോവുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കൊറോഡായി പോകും. അപ്പോൾ അതിന് റബ്ബർ കോട്ടിങ് കൊടുക്കുക. ഈ റബ്ബർ കോട്ടിങ് കൊടുക്കുന്ന സമയത്തും അതിന് എന്തുണ്ടാവും, ഒരു റബ്ബറിൻ്റെ ഒരു പ്രൈമർ ഉണ്ടായിരിക്കും. ഓക്കെ, അത് കൊടുത്തിട്ട് അതിലേക്കാണ് എന്ത് ചെയ്ത് ഫിക്സ് ചെയ്യുക. സെയിം സംഗതി തന്നെ ഒരു ആങ്കറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റിനോട് കൂടി ഏറ്റവും നന്നായിട്ട് ബോണ്ടാകുന്ന ഒരു കെമിക്കലിന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കൊടുക്കും. ആദ്യത്തെ ലെയറിൽ ഫസ്റ്റ് ഒരു കോട്ട് കൊടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാറ്റ് ഫിക്സ് ചെയ്യും. മാറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടയർ, ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, സാധാരണക്കാരന് മനസ്സിലാക്കാൻ. റബ്ബറിന് നമ്മൾ ടയർ റബ്ബർ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിൽ ത്രെഡ് കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് ഇനി തീർന്നു പെട്ടെന്ന് ടയർ മാറ്റണം എന്ന് പറയാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് കൊടുക്കുന്ന ഇൻസേർഷൻ ആണത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാറ്റ് കൊടുക്കും. ആ മാറ്റ് ഇല്ലെങ്കിൽ മെഷ് 45 GSM മെഷാണ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വോളിലൊക്കെ കൊടുക്കുമ്പോൾ 145 GSM ഒക്കെ ആവാറുണ്ട്. പക്ഷേ ഇത് കൊടുത്തില്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആവും. പക്ഷെ അത് കൊടുത്താൽ കുറേ കൂടി എന്ത് ചെയ്യും, അതിന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നുള്ളത്. അതെ. അപ്പോൾ ആ കോട്ടിങ് അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത്തെ കോട്ട് കൊടുക്കും, ദെൻ മൂന്നാമത്തെ കോട്ട് കൊടുക്കും. ഇത് മൂന്നും ഒന്നുകിൽ SBR ബേസ് ചെയ്തിട്ടായിരിക്കും നോർമലി ആളുകൾ കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് പിന്നെ മാഗ്നോഫിക്സ് എന്ന് പറയുന്നത്. അത് ഒരു അഡസീവിനെ ശരിക്കും അത് ഒരു കൺസ്ട്രക്ഷൻ ജോയിന്റിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അവിടെയാണ് നേരത്തെ ചോദിച്ച പോലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് യുണീക്ക് ആവുന്ന ചില ഏരിയകളുണ്ട്. എസ്പെഷ്യലി നമുക്ക് കോർണറുകൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പാരപ്പറ്റ് സ്ലാബിൽ വന്ന് നിൽക്കുന്ന ഭാഗം, അങ്ങനെ ഓരോ ജോയിൻ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജോയിൻ്റൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ ചലനങ്ങൾ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ക്രാക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫെയിലിയറുകൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യും, കെമിക്കൽ സോക്ക് ചെയ്ത മെംബ്രെയിൻ കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഫൈനൽ അതായത് മൂന്നാമത്തെ കൂട്ട്, അതായത് കെമിക്കൽ സോക്ക് ചെയ്ത മെംബ്രെയിന് കോർണറുകൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, എൻ്റെ ഏരിയയിൽ ഒരു കോട്ട് കൂടി ഈ പ്രൈമറിൻ്റെ കോട്ട് കൊടുക്കും. ഓക്കെ, ആങ്കറിങ്ങിന് വേണ്ട. അത് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ PU ആണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് PU മോഡിഫൈഡ് അക്രിലിക് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ അക്രിലിക് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നു. ഏതാണ്, അല്ലെങ്കിൽ ബിറ്റൂമിനസ് ആണെന്നുണ്ടെങ്കിൽ ബിറ്റൂമിന് പിന്നെ നോർമലി ഈ ഒരു മെത്തേഡിൻ്റെ അപ്പുറത്തേക്ക് പ്രൈമറിലൊക്കെ വേരിയേഷൻസ് വന്നേക്കാം. പക്ഷേ നോർമൽ നമ്മുടെ ഈ 7 ലെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ 3 കോട്ട് എന്ത് ചെയ്യുന്നു, ഫൈനൽ കോട്ട് കൊടുക്കുന്നു. അങ്ങനെ ടോട്ടലി നമ്മുടെ മെഷും പിന്നെ കോർണറുകൾ, അതേപോലെ തന്നെ 3 പ്രൈമർ, ദെൻ 3 ഫൈനൽ കോട്ട്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും കസ്റ്റമറുടെ അടുത്ത് പറയുന്നത് ഇത് സാധനം വാട്ടർ പ്രൂഫ് ചെയ്യുന്ന, കസ്റ്റമറുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്ത വാട്ടർ പ്രൂഫ് ഏതാണെന്നുള്ളത് അവർ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് 90% കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം എന്തുകൊണ്ട് ഡാംഷൂർ?
ഒരു കസ്റ്റമർ എന്തിന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം? അതിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ അതിന് എക്സ്പെർട്ടൈസ് ചെയ്ത ഒരു വലിയ ടീമുണ്ട് എന്നുള്ളത് കൊണ്ട് ഡാം ഷുവർ. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മെത്തേഡ് കെമിക്കൽ സോക്ക് ചെയ്ത മെംബ്രെയിൻ സിസ്റ്റം എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തവരും അതിനെ ഏറ്റവും ആപ്റ്റായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഡാം ഷുവർ. എല്ലാത്തിനും അപ്പുറത്തേക്ക് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ASTM സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ASTM സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റുകൾ അതുപോലെ തന്നെ ASTM മെമ്പർഷിപ്പുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഡാം ഷുവറിനെ കാണാം എന്നുള്ളത്. ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡാം ഷുവർ ചില്ലറ കളിയല്ലേ ഉറപ്പുണ്ടോ ഡാം ഷുവർ അറിഞ്ഞോ അറിയാതെ നിങ്ങൾ ബ്രാൻഡാണപ്പാ. അല്ല, ഇവരുടെ കോഴിക്കോട് നടന്ന ഈ ഡാം കണക്ട് പ്രോഗ്രാമിൽ ഒരു ക്ലൈന്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അവിടെ വീടിൻ്റെ എന്തോ ഞാൻ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഓർക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹാസിലാണ് അതിന് മറുപടി പറഞ്ഞത്. ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ കണക്കെ ഡാം ഷുവർ. അതായത് നിങ്ങളുടെ അടുത്ത് ശരിക്കും വാട്ടർ പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത ഒരു സൊല്യൂഷനും ഇല്ല അല്ലേ? ഇല്ല, നമുക്ക് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചെടുക്കാവുന്ന. ഇവരുടെ ഒരു വലിയ ഭാഗ്യം എന്താണെന്നറിയോ, ചില പ്രോഡക്റ്റുകൾ ബ്രാൻഡ് ആവില്ല. അതെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിപ്സം ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾക്ക് തപ്പും, ശരിയല്ലേ? അത്രയും ടെക്നിക്കലി നിൽക്കുന്ന ആളുകൾ മാത്രമേ സെയിന്റ് ഗോബൈൻ ആണെങ്കിൽ പോലും പേര് പറയുന്നത് എന്തുകൊണ്ടാ? അത് ഗ്ലാസ് ഫീൽഡിൽ അത്രയും അല്ലെ, ഉറപ്പായിട്ട് നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞ കണക്കാണ് ഈ വാട്ടർ പ്രൂഫിങ്. പേര് പറയാൻ ഇച്ചിരി പാടാ. പണ്ട് കാലത്ത് നമ്മൾ ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്ത് ഇപ്പൊ ഡാം ഷുവർ എന്നുള്ള രീതിയിലേക്ക് മാറി വരുന്നുണ്ട്. ശരിക്കും ആ ഒരു പേര് പറയാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് ഈ പേരിന്റെ ആയിരുന്നു. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഡാം ഷുവർ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയുക. ഡാം ഷുവർ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അവര്. പക്ഷെ നിങ്ങളുടെ നമ്പറൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നിങ്ങളെ ഒരു പക്ഷെ അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അവർ വിളിക്കുന്നത് ഈ ഡാം ഷുവർ ചെയ്യാനായിട്ട് എന്തിനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേര് ഓൾറെഡി ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈശ്വരാധീനം കൊണ്ട് വന്നിട്ടുണ്ട്. അതൊരു എന്താ പറയാ, അതങ്ങോട്ട് ചെറിഷ് ചെയ്യാൻ സാധിക്കട്ടെ. എനിക്കൊന്ന് ഒരുപാട് ആൾക്കാർക്ക് കുറെ സംശയങ്ങൾ മാറി. ഇപ്പൊ ഏത് ലേയേഴ്സ് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം അല്ലേ, എപ്പോൾ ചെയ്യണം, ഒരു പുതിയ വീടിന് എങ്ങനെ ചെയ്യണം, പിന്നെ അതുപോലെ പഴയ വീടിന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അല്ലേ? അതെ, നമ്മൾ പലപ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനോ ഇവിടെ വന്നിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കാർക്ക് വിശ്വാസമില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ഗസ്റ്റ് ആണ് ഡാം ഷുവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഗസ്റ്റിന്റെ നമ്പർ കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇതിപ്പോ നമ്മുടെ ചാനൽ കാണുന്നവരും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരും വീട് വെക്കുന്നവരും ഒരു പക്ഷേ വീട് വെച്ച് കഴിഞ്ഞവരും ഒക്കെ ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാലും നമുക്കിത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. അല്ല, ഇത് ചെയ്യണം തന്നെയാണ് ശരിക്കും. നമ്മൾ വീടിന്റെ സ്ട്രക്ചറോട് കൂടിയിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മാറ്റി വയ്ക്കാനുള്ളതല്ല, പിന്നത്തേക്ക് ശരിക്കും ചെയ്യണം. ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാം അറിയേണ്ടത്, നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒരു കണക്കാണല്ലോ. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് അയാൾ എത്ര രൂപ മാറ്റി വയ്ക്കേണ്ടി വരും? നമുക്ക് സിമ്പിളാക്കി ചെയ്യുന്ന രീതിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഒരു 30 രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 68 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ 7 ലെയർ ട്രീറ്റ്മെൻറ്റും അതേപോലെ 30 എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്. നമുക്ക് ആദ്യത്തെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും, ബേസിക് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ എന്നാൽ നമുക്കൊരു 68-70 ആ ഒരു റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ 7 ലെയർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. ചുരുക്കി പറഞ്ഞാലേ ഒരു 30,000 രൂപ മുതൽ 75,000 രൂപ വരെ ചിലവ് വരും. പക്ഷേ ഇത് മുകളിലേക്ക് നമ്മൾ ഷീറ്റ് അടിക്കുവാണെങ്കിൽ ഏകദേശം 1,20,000 രൂപ ചിലവ് വരും. അപ്പൊ ഇതിന്റെ അസ്തറ്റിക്സിന് മെയിനായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ മാത്രമല്ല ഈ ലോഡ് ബെയറിംഗ്, ഇതിന്റെ ഹെവി ഒരു ലോഡാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഷീറ്റ് വെച്ചിട്ട്. എല്ലാവരും ഷീറ്റ് ഇടുന്ന പറയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന് അത്രയും വലിയൊരു ഹ്യൂജ് ഒരു വെയിറ്റ് നമ്മൾ അതിന്റെ മുകളിലേക്ക് കൊടുക്കണം. അതാരും ചിന്തിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഷീറ്റ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല അല്ലേ? ലോങ് ലാസ്റ്റിംഗ് മാത്രമല്ല, ഞാൻ നിൽക്കുന്നത് ആ എസ്തെറ്റിക്കലി ആണ്. ഇപ്പോൾ നമ്മളൊരു കണ്ടംപററി സ്റ്റൈൽ വീട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്നുകിൽ ഡിസൈനിൽ തന്നെ നമ്മളത് കൊണ്ടുവരാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആർക്കിടെക്റ്റിനെ ഇവരൊക്കെ സമീപിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമറുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ആ എസ്തെറ്റിക്സ് കംപ്ലീറ്റ് മാറുകയാണ്. അല്ല, അലി ചെയ്ത ഒരു പ്രോജക്റ്റ്, എൻ്റെ സുഹൃത്ത് അനൂപിന്റെ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത് ഓടിളക്കി അതിനകത്താണ് വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നത്. അതായത് പഴയ വീട് ഓടിനിടയിൽ കൂടെ വെള്ളം ഇറങ്ങി അതിനുള്ളിൽ വന്നു സ്ലോ പ്രൂഫിൽ. അതാണ് മെയിൻറ്റെയിൻ ചെയ്തത്, ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മൾ അപ്പൊ ശരിക്കും ഇവരെ തന്നെ നമ്മൾ വിളിച്ചത് വെറുതെ ആയില്ല, കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ ഒരു ജേണി ആയിരുന്നു പറഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാത്തിനും ഒരു ഉദയമുണ്ട്, ഒരു റൈസിങ് ഉണ്ടെന്നാണ് പറയാം. ഏതൊരു സംഗതി ഇപ്പം നമ്മളൊക്കെ ഒരു കുട്ടി ജനിക്കുന്നത് പോലെയാണ് ഒരു ഫോം ജനിച്ചു വരുന്നത്. പക്ഷെ അത് ഈ 10-27 വർഷത്തെ ഒരു എന്താ പറയുന്ന ഒരു യാത്ര ഇത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് വന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം ഈ ഒരു ഫ്ലോറിൽ ഇപ്പോൾ ഇവിടെ ഇരുന്നതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ താങ്ക് യു.
താങ്ക് യു സോ മച്ച്. അവസാനിപ്പിച്ചോ. ആണല്ലേ. ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തത്തുള്ളൂ, എനിക്ക് ടൈലന്റ് പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, വീണ്ടും ഇതുപോലെ പ്രോഡക്റ്റുകൾ, നല്ല പ്രോഡക്റ്റുകൾ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അത്രയും അറിയാവുന്ന, ധൈര്യമായിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുന്നൊരു ഫാം കൂടി ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിപ്പിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കും വന്നിരിക്കാം, ഇനി സംശയമുള്ള ഒരാൾക്കും ഇവിടെ വന്നിരുന്നിട്ട് നമ്മളോടൊപ്പം സംസാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. വി ആർ സൈനിങ് ഓഫ് ആർക്കിഫൈ ടോക്സ്.